ഉക്രൈന്റെ വടക്കൻ സുമി മേഖലയിൽ പാസഞ്ചർ ട്രെയിനിൽ റഷ്യൻ വ്യോമാക്രമണം. ആക്രമണത്തിൽ യാത്രക്കാർക്കിടയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പ്രാദേശിക ഗവർണർ ഒലേഗ് ഹ്രിഹോറോവ് വ്യക്തമാക്കി. റഷ്യൻ ആക്രമണം ഒരു റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും കീവിലേക്ക് പോകുന്ന ട്രെയിൻ ഇടിച്ചതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് ഹ്രിഹോറോവ് പറഞ്ഞു. മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്ന് വ്യക്തമായ കണക്കുകൾ നൽകിയിട്ടില്ല. എന്നിരുന്നാലും കത്തുന്ന ഒരു ട്രെയിൻ കോച്ചിന്റെ ചിത്രം സുമി ഗവർണർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാരും രക്ഷാപ്രവർത്തകരും സ്ഥലത്തുണ്ടെന്നാണ് പറയുന്നത്. ഉക്രൈന്റെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ മോസ്കോ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഭാഗമായാണ് ഏറ്റവും പുതിയ റഷ്യൻ ആക്രമണം നടന്നത്. കഴിഞ്ഞ 2 മാസമായി മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ ആക്രമണം നടക്കുന്നുണ്ട്. ഖാർക്കീവ്, പോൾട്ടാവ മേഖലയിലെ സംസ്ഥാന വാതക എണ്ണ കമ്പനിയായ നാഫ്റ്റോഗാസിന്റെ സൈറ്റുകളിൽ മോസ്കോ 35 മിസൈലുകളും 60 ഡ്രോണുകളും തൊടുത്തതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഉക്രൈനിയൻ ട്രെയിനിൽ റഷ്യ വ്യോമാക്രമണം നടത്തിയത്. നാഫ്റ്റോഗാസ് സിഇഒ സെർജി കോററ്റ്സ്കി പറയുന്നതനുസരിച്ച് ആക്രമണം സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. കൂടാതെ വാതക ഉൽപാദനത്തിനെതിരായ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു അത്. 8000-ലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങിയതായി പ്രാദേശിക ഗവർണർ പറയുകയും ചെയ്തു. ഈ ആക്രമണത്തിന്റെ ഫലമായി ഞങ്ങളുടെ സൗകര്യങ്ങളുടെ ഒരു പ്രധാന ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ചില നാശനഷ്ടങ്ങൾ നിർണായകമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു. ഈ ആക്രമണത്തിന് ഒരു സൈനിക യുക്തിയുമില്ലെന്നും കൂട്ടിച്ചേർത്തു. ഉക്രൈനിലെ ഗ്യാസ്, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ തങ്ങളുടെ സൈന്യം ഒറ്റ രാത്രി കൊണ്ട് വൻ ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. സൈനിക വ്യാവസായിക സൗകര്യങ്ങളും ആക്രമിച്ചതായി പറഞ്ഞു. യുദ്ധത്തിന്റെ 4ാമത്തെ ശൈത്യകാലം അടുക്കുമ്പോൾ ഉക്രൈന്റെ ഊർജ്ജ മേഖലയ്ക്കെതിരായ ആക്രമണങ്ങൾ റഷ്യ ശക്തമാക്കിയിട്ടുണ്ട്. അവർ ഇതിനകം തന്നെ നിരവധി പ്രദേശങ്ങളിൽ നീണ്ട വൈദ്യുതി മുടക്കത്തിന് കാരണമായിട്ടുണ്ട്. പ്രതികാര നടപടിയായി കീവിന്റെ സൈന്യം സമീപ മാസങ്ങളിൽ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് ചില പ്രദേശങ്ങളിൽ ഇന്ധനക്ഷാമത്തിന് കാരണമായി. സെപ്റ്റംബറിൽ മാത്രം റഷ്യയിലുടനീളമുള്ള 19 എണ്ണ കേന്ദ്രങ്ങളും ഉക്രൈനിലെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളും ഉക്രൈൻ ആക്രമിച്ചതായി ഉക്രൈന്റെ ഡ്രോൺ സേനയുടെ കമാൻഡർ പറഞ്ഞു. കഴിഞ്ഞ മാസം റഷ്യ ഉക്രൈനുമായുള്ള സമാധാന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാൻ യുഎസിനോട് യൂറോപ്യൻ സഖ്യകക്ഷികളോടും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുകയും ചെയ്തു. ഇരുപക്ഷവും അകന്നു നിൽക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്താൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. മറുവശത്ത് സമാധാന മധ്യസ്ഥനായി സ്വയം സ്ഥാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പ്രോത്സാഹിപ്പിക്കുകയും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.